ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ട് ഞങ്ങളിവിടെ. അപ്പോൾ എല്ലാവർക്കും മഴ കിട്ടിയിരിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല മഴ എന്തായാലും ഇന്നലെ രാത്രി കിട്ടി. അങ്ങനെ ഇന്നലെ രാത്രിക്കത്തെ മഴ കാരണം നടക്കാനൊന്നും പോയിട്ടില്ല. അപ്പം കിച്ചണിക്ക് എത്തിയപ്പോൾ തന്നെ കുറച്ച് നേരം വൈകിയിരിക്കണം. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. നമ്മളെ ആദ്യൻ്റെയും സുന്നത്ത് കല്യാണം. അതിപ്പോൾ കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, കുറച്ച് തിരക്കിലേന്. അതിൻ്റെ കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കണം. അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പാലൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ചായയും കടിയും അതിൻ്റെ ഇടയിൽ മക്കൾക്കുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കുറച്ച് അധികം തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഓർഡറുകളൊന്നും ഞാൻ സ്വീകരിക്കില്ല. കേക്കിൻ്റെ ഓർഡർ മാത്രം സ്വീകരിക്കും. അല്ലാതെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു 10-15 ദിവസത്തിന് ഞാൻ നിർത്തി വെച്ചേക്കാണ്. അപ്പം മക്കളെ നോക്കേണ്ട സമയത്ത് നമ്മൾ നോക്കണമല്ലോ, എല്ലാ സമയത്തും നോക്കണം. ഇതൊരു സ്പെഷ്യൽ ദിവസങ്ങളാണല്ലോ. അപ്പം നല്ലോണം ശ്രദ്ധിച്ച് നല്ലോണം അവർക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഓല വാട്ടത്തിനനുസരിച്ച് ഇങ്ങനെ നിൽക്കണമല്ലോ. 2 ആളാകുമ്പം അതിൻ്റെ ഉള്ള റിസ്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരാളെ നോക്കണേ തന്നെ നല്ല പണിയാണ്. അപ്പോൾ ആ സ്ഥാനത്തല്ല ഇവിടെ 2 ആൾ. അപ്പോൾ കുറച്ച് ചക്കക്കുരു ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചക്കക്കുരും മുരിങ്ങയും കറി വെക്കണം എന്നൊക്കെ വിചാരിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ചായക്ക് കടിന്ന് ഓട്ടടയാണ് കേട്ടോ. കറി ഇന്നലെ തലേന്നത്തെ രാത്രിത്തെ മീൻ കറി ഉണ്ട്. അപ്പോൾ തേങ്ങ ചിരവിയത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിന്. തേങ്ങ ചിരവിയിട്ടും വറുത്തിട്ടും അതേപോലെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ടും അങ്ങനെ ആദ്യം സുന്നത്ത് കല്യാണം കഴിക്കാൻ പോണതിന് മുന്നേ തന്നെ ഞാൻ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ഒരുക്കി വെച്ചിന് കേട്ടോ. അപ്പോൾ ചായയും കടി അതേപോലെ ചോറൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഓരോരുത്തർ ഇങ്ങനെ ഒരാൾ വേണം, അല്ലെങ്കിൽ നീച്ച് നടക്കുകയാണേ. അപ്പോൾ രാവിലെ നാണിപ്പാക്കം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പണിയൊക്കെ ഞാൻ പെട്ടെന്ന് തീർക്കും. നാണിപ്പാക്കാൻ ഒരിടത്താക്കും, അങ്ങനെയൊക്കെയാണ്. അതുപോലെ കഴിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 5 ദിവസമായിട്ടോ. 4 ദിവസം എൻ്റെ മൂത്തച്ചി എൻ്റെ ഒപ്പം നിൽക്കണം. കാരണം മക്കളെ നോക്കാനും ഒക്കെ ഞാൻ തന്നെ വേണമല്ലോ. 2 ആളെ നടുവിൽ ഞാൻ കിടക്കണം. അപ്പം താത്ത 4 ദിവസം ഇവിടെ നിന്നു കേട്ടോ. അപ്പോൾ അത് വലിയൊരു ഉപകാരത്തിലായിപ്പോയി നൃത്തം. അപ്പോൾ താത്ത പോയി, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ താത്ത തന്നെയാണ് ചോറും കൂട്ടാനും ഉണ്ടാക്കലും ചായയും കടി ഉണ്ടാക്കലൊക്കെ താത്ത തന്നെയാണ്. ഞാൻ മക്കളെ നോക്കി ഇരിക്കലേനി. അപ്പോൾ ഇപ്പോൾ ഒരു 4-5 ദിവസമൊക്കെ ആയി. അപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നു. അപ്പോൾ മക്കൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ രാവിലെ 2 കോഴിമുട്ടയും 2 പഴം വാട്ടിയതും അങ്ങനെയാണ് കേട്ടോ കൊടുക്കൽ. മാറ്റി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓൾക്ക് വെറുക്കും ചെയ്യരുത്. ചായയും കടി ഒരു ശരിക്കും കുടിക്കൂല. അത് ചായയും കടിയും കുടിക്കുകയാണെങ്കിൽ സുഖമാണ്. അങ്ങനെ മുട്ടയൊക്കെ വേവിച്ചാൻ വെച്ചു. അപ്പം ഓട്ടടക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിരിക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകണം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ആദ്യമൊക്കെ എൻ്റെ മറ്റേ മക്കളെയൊക്കെ സുന്നത്ത് കല്യാണം കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. രാത്രി ഒരു ദിവസം നമ്മൾ ഉറക്കം വയ്ക്കണം, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ വില കഴിച്ചപ്പം അങ്ങനത്തതൊന്നുമില്ല. ഉറങ്ങാനുള്ള മരുന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ തോന്നുന്നു പോലെ അങ്ങനെ ഉറങ്ങും ചെയ്യും. നമ്മൾ 2ാമത്തെ ദിവസം തന്നെ നമ്മളെ ഡയപ്പർ ഇട്ട് കൊടുക്കണം. ഡയപ്പർ ഇട്ട് കൊടുത്താൽ അതായി ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കേട്ടോ. അവർക്ക് പുതച്ച് കിടക്കണേ അങ്ങനെ കിടക്കുക. പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പം നമ്മൾ കിടത്തുമ്പം തുണി ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഇനി അങ്ങനെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കണവർ സുന്നത്ത് കല്യാണം കഴിക്കണവരുണ്ടെങ്കിൽ അങ്ങനെ ഡയപ്പർ ഇട്ട് കൊടുക്കേണ്ടി 2ാമത്തെ ദിവസം പെട്ടെന്ന് ഉണക്കം വരും. എനിക്കും അറിയില്ല കേട്ടോ, എന്നോട് എല്ലാവരും പറഞ്ഞ് തന്നുള്ള അറിവാണ്. അപ്പം ഞാനും അങ്ങനെ ചെയ്ത് നോക്കി. അപ്പം പെട്ടെന്ന് മാറ്റം വന്നിക്കണം.
അപ്പം എൻ്റെ ഈ രാവിലത്തെ തിരക്കൊന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആദിനെയും യാദവിനെയും സുന്നത്തല്യാണം കഴിക്കാൻ പോയ അന്നത്തെ വീഡിയോ കുറച്ച് ഇതിൽ ആഡ് ചെയ്തിക്കണം കേട്ടോ. അന്ന് കണ്ടു നോക്കി. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ പുളിഞ്ചി തലേന്ന് ഉണ്ടാക്കി എടുത്തിക്കണ്. അപ്പോൾ സുന്നത്തല്യാണം കഴിക്കാൻ കൊണ്ടുപോണത് എൻ്റെ ഇളച്ചനും അനിയത്തിൻ്റെ ഭർത്താവും എൻ്റെ എപ്പിയാണ് കേട്ടോ. അതേപോലെ ഇവിടെ നാണിപ്പാക്കിയും ഞാനും, ചിലപ്പോൾ അനിയത്തി ഉണ്ടാവും. അങ്ങനെ ഓലൊക്കെ ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് എത്തുമല്ലോ. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മൂത്തശ്ശിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ഇവരെയും കൊണ്ടുങ്ങാണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി കൊടുക്കുകയാണ്. നല്ല ഉഷാറോട് കൂടിയാണ്. ഓൽക്കത് എന്താ സംഭവം എന്ന് ഓൽക്ക് അറിയില്ലല്ലോ. അപ്പോൾ നല്ല ഉഷാറിൽ മാറ്റണമൊക്കെ ഉണ്ട്. തുണിയൊക്കെ ഉടുപ്പിച്ച് കൊണ്ടുപോകണം. രണ്ടാളും തുണി എടുക്കാൻ അയക്കൂല. അതിൽ ലാസ്റ്റ് പിന്നെ ഫാൻ തന്നെ ആക്കി. അപ്പോൾ അതൊക്കെ ഇട്ടെടുത്തപ്പം ഭയങ്കര സന്തോഷമായും ചെയ്തു. സുന്നത്ത് കല്യാണത്തിന് കുട്ടിയാണോ? അങ്ങനെ അതിനെ കഴിച്ചുകൊണ്ട് ആദ്യം കൊണ്ടുവന്ന് ഭയങ്കര കർശനം കേട്ടോ. എൻ്റെ ഇളച്ചുണ്ടായതുകൊണ്ട് ഓനുണ്ടെങ്കിൽ ഇച്ചൊരു ധൈര്യമാണ്. അപ്പം എന്തായാലും ഓൻ വേണമെന്നുള്ളൊരു ഇത് തന്നെയാണ് എനിക്ക്. അപ്പം എന്തായാലും ഓന് ഉണ്ടായിട്ടോ, ഓൻ കൂടെ ഉണ്ടായിനി. നാണിപ്പാക്കാക്ക് ധൈര്യമല്ല. നാണിപ്പാക്ക പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ഇത് തുടങ്ങിയപ്പം. പിന്നെ ലാസ്റ്റാണ് വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ 9 മണിക്കാണ് അവൾക്ക് ചെല്ലാൻ പറഞ്ഞത്. 10 മണിയായപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലെത്തിട്ടോ. പിന്നെ ഉച്ചക്കാണിത്. അപ്പം ഫുഡൊക്കെ താത്ത റെഡിയാക്കിനി. അപ്പം അതൊക്കെ ഒന്ന് ദമ്മ് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്ര വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മളെ മക്കളെ സുന്നത്തല്യാണത്തിൻ്റെ അന്ന്. അപ്പം ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും ഒരു കാരണം കരഞ്ഞിട്ടൊന്നും അയച്ചിട്ടില്ല. പിന്നെ ഇനി നമ്മൾ ബാക്കി വിശേഷങ്ങൾക്ക് കിടക്കട്ടോ. അപ്പം ഇനി മക്കൾക്ക് ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരാൾ എണീറ്റിക്കണ്, ഒരാൾ എണീറ്റിട്ടില്ലേനു. പഴത്തിൽ തേങ്ങ ഇട്ടെടുത്താലോ ഇല്ല, ആ തേങ്ങ ഇങ്ങോട്ട് മാറ്റി വെച്ചിങ്ങാണ്ട് കേട്ടോ കഴിക്കുക. അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞുങ്ങാണ്ട് ഇങ്ങനെ വെറും നെയ്യിൽ ഇങ്ങനെ വയറ്റിങ്ങാണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടെടുത്താലും അങ്ങനെ കഴിക്കും. അതേപോലെ മുട്ടയാണെങ്കിൽ പിന്നെ പൊരിച്ചിട്ടും അതേപോലെ പുഴുങ്ങിയിട്ടും കഴിക്കും. പാലൊക്കെ കുടിക്കാനാണ് ഭയങ്കര മടി. രണ്ടാളെയും തീറ്റി വേറിൻ്റെ ഉള്ളിലാക്കണമെങ്കിൽ കുറച്ച് അധികം സമയം വേണം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.